വെൽക്കം ടു ഈസി സിവിൽ ഫോർ യു മലയാളം. ഈ ചാനലിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ ഗ്രേഡ് 1, അതുപോലെ SSC JEE എക്സാമുകൾക്കുള്ള ട്രെയിനിങ്, എല്ലാ സബ്ജക്ട്സിലുള്ള ട്രെയിനിങ് ലഭ്യമാണ്. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസും MCQs ഡിസ്കഷൻസും ഉണ്ടായിരിക്കുന്നതാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് RCCയുടെ 6th വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. RCC അതിൻ്റെ 6th വീഡിയോ, ഓൾറെഡി 5th വീഡിയോയിൽ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. എക്സാംസിന് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനേലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. അത് മനസ്സിലാക്കി തന്നെ പഠിക്കണം. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണെന്ന് പറഞ്ഞു. പിന്നെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ മാക്സിമം കംപ്രസീവ് സ്ട്രെസ്, നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ പറഞ്ഞ സിഗ്മ CPC പോലെ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് 0.45 FCK വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതുപോലെ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ ആയ 0.87 FY, അതിനെല്ലാം നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്ത് കോൺക്രീറ്റിന് 1.5 FCK by 1.5 കൊടുത്തു. അതുപോലെ എഗെയിൻ അപ്പം നമുക്ക് 0.67 FCK എന്ന് കിട്ടും. എഗെയിൻ നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്താണ് നമുക്ക് 0.45 FCK മാക്സിമം കംപ്രസീവ് സ്ട്രെസ് കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ സ്റ്റീലിൻ്റെ ടെൻസൈൽ സ്ട്രെസ് മാക്സിമം നമ്മൾ FY by 1.15 പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കുമ്പോഴാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ലോഡിന് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ലോഡിന് നമ്മൾ ഡിസൈൻ ലോഡ് കിട്ടാനായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിസൈൻ ലോഡ് കിട്ടാനായിട്ട് നമ്മൾ ഉള്ള ലോഡിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ ലോഡ് വെച്ചിട്ട്. അതുപോലെ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി മെറ്റീരിയലിന് അപ്ലൈ ചെയ്യേണ്ടത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് FCK ആണോ FY ആണോ, എന്നിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ചിട്ട്. അങ്ങനെയാണ് നമുക്ക് ഈ മാക്സിമം കംപ്രസീവ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ് നമുക്ക് കിട്ടിയെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ന്യൂട്രൽ ആക്സസ്, ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സസ് ഡെപ്ത് പഠിച്ചു. NU ലിമിറ്റ് പഠിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ NU ലിമിറ്റിൻ്റെ വാല്യൂസ് നോക്കി സ്റ്റീലിന് അനുസരിച്ച് അത് 0.53D, 0.48D, 0.46D, അങ്ങനെ FE 250, FE 450, FE 500 അങ്ങനെ സ്റ്റീലിൻ്റെ ഗ്രേഡ് അനുസരിച്ച് അത് വാരി ചെയ്യുമെന്നും പഠിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതാണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേഷൻ. നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഓൾറെഡി ചെയ്തിരുന്നു മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേഷൻസ്. അതുപോലെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലുള്ള മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേഷനാണ്. കംപ്രഷനിലുള്ളതാണ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്രം കംപ്രഷൻ സൈഡ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേഷനാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിനെ MU എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. MU അത് ഫ്രം കംപ്രഷൻ സൈഡ്. കംപ്രഷൻ സൈഡിൽ MU എന്ന് പറഞ്ഞാൽ കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ആണ്. കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ആണ്. കംപ്രഷൻ സൈഡിൽ നിന്നുള്ള മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്കറിയാം കംപ്രഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് കംപ്രഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്ട്രെസ് ഇൻറ്റു ഏരിയ അണ്ടർ സ്ട്രെസ് ആണെന്ന്. സ്ട്രെസ് ഇൻറ്റു ഏരിയ അണ്ടർ സ്ട്രെസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചു. ഇവിടുത്തെ സ്ട്രെസ് ഡയഗ്രാം എന്താണ്? ഒരു റെക്റ്റാങ്കുലർ പാരബോളിക് ആണ് സ്ട്രെസ് ഡയഗ്രാം. റെക്റ്റാങ്കുലർ പാരബോളിക് ആണ് ഇവിടുത്തെ സ്ട്രെസ് ഡയഗ്രാം. നമുക്ക് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ കിട്ടിയ പോലെ ഒരു ലീനിയർ ഡയഗ്രാം അല്ല സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഒരു ലീനിയർ ആയിട്ടുള്ള ഡയഗ്രാം അല്ല നമുക്ക് സ്ട്രെസ് ഡയഗ്രാം ഇവിടെ കിട്ടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ റെക്റ്റാങ്കുലർ പാരബോളിക് ആണ്. അതുകൊണ്ട് നമുക്ക് സീനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ C1 C2ൻ്റെ കോമ്പിനേഷനാണ് C എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ C ഇൻറ്റു ലിവർ ആം കണ്ടുപിടിക്കണം. അപ്പോൾ ആ C കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ. നമുക്കറിയാം ഈ ഒരു ഫിഗർ നോക്കുക, അതിൻ്റെ സ്ട്രെസ് ഡയഗ്രാം നോക്കുക. സ്ട്രെസ് ഡയഗ്രത്തിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ റെക്റ്റാങ്കുലർ സൈഡിൽ നമ്മൾ അസ്യൂം ചെയ്യാണ് C1 എന്നുള്ള ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ പാരബോളിക് റീജിയനിൽ C2 എന്നുള്ളൊരു ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്
ഇതിൻ്റെ രണ്ടിൻ്റെയും C1 പ്ലസ് C2 ആണ് നമുക്ക് എന്ത് സി എന്നൊരു ഫോഴ്സ്. C1 C2ൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് സി എന്ന ഫോഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. C1 C2. C1 എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും, അതുപോലെ C2 എന്ന് പറഞ്ഞാൽ താഴെ കാണുന്ന പാരബോളിക് റീജിയനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുമാണ് നമുക്ക് C1 C2 ആയിട്ട് കാണേണ്ടത്. അതിൻ്റെ C1 പ്ലസ് C2 ആണ് നമുക്ക് കംപ്രസീവ് ഫോഴ്സ് C എന്നുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ കാണാൻ നോക്കാം. C എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് സ്ട്രെസ് ഇൻറ്റു ഏരിയ അണ്ടർ സ്ട്രെസ്. സ്ട്രെസ് ഇൻറ്റു ഏരിയ അണ്ടർ സ്ട്രെസ് ആണ് കംപ്രസീവ് ഫോഴ്സ് C1. അപ്പോൾ ഫസ്റ്റ് റീജിയനിൽ ഈ ഒരു റെക്റ്റാങ്കുലർ റീജിയൻ ആണ് നോക്കുന്നത്. അവിടുത്തെ സ്ട്രെസ് നമുക്കറിയാം 0.45 FCK. 0.45 FCK ആണെന്ന് അറിയാം. പിന്നെ അവിടുത്തെ ഏരിയ നമുക്ക് നോക്കാം. ഏരിയ നോക്കുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദി ഈ ബ്ലോക്കാണ് നോക്കുക. B ഇൻറ്റു 3/7. പിന്നെ ഈ ഫുൾ പോർഷനിൽ ഇതിൻ്റെ തന്നെ റെക്റ്റാങ്കുലർ പോർഷൻ ഫുൾ പോർഷനിൽ ആക്ട് ചെയ്യുന്നില്ല, റെക്റ്റാങ്കുലർ റീജിയൻ ആയിട്ട് വരുന്ന ആ ഏരിയ. ബാക്കി കംപ്രസീവ് റീജിയനിൽ പാരബോളിക് ആയിട്ടാണ് പോവുക. അപ്പോൾ B ഇൻറ്റു 3/7 XU. 3/7 XU എങ്ങനെ കിട്ടി, 4/7 XU എങ്ങനെ കിട്ടിയെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. ഈ സ്ട്രെസ് ഡയഗ്രത്തിൻ്റെ റെക്റ്റാങ്കുലർ റീജിയനിലെ ഡിസ്റ്റൻസ് ആണ് ടോപ്പ് ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് 3/7 NUയും, അതുപോലെ തന്നെ പാരബോളിക് റീജിയൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് റെക്റ്റാങ്കുലർ റീജിയൻ കഴിഞ്ഞിട്ട് പാരബോളിക് റീജിയൻ്റെ ഡിസ്റ്റൻസ് 4/7 NU ആണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് 0.45 FCK സ്ട്രെസ് കിട്ടും ഇൻറ്റു B ഇൻറ്റു 3.7 NU. സോ നമുക്ക് B ഇൻറ്റു ആ ഒരു റെക്റ്റാങ്കുലർ നമ്മുടെ സെക്ഷൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ വിഡ്ത്ത് B ആണ്. ഓൾസോ ആ റീജിയൻ്റെ 3/7 NU ആണ് അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ B ഇൻറ്റു NU എന്ന് നമുക്ക് കിട്ടി. B ഇൻറ്റു NU 0.45 FCK സ്ട്രെസ് ആണ്, ഏരിയ അണ്ടർ സ്ട്രെസ് ആണ്. B എന്ന് പറഞ്ഞാൽ സെക്ഷൻ്റെ B ആണ്, ഇൻറ്റു 3/7 NU റെക്റ്റാങ്കുലർ ആയിട്ടുള്ള സ്ട്രെസ് റീജിയൻ വരുന്ന ആ ഒരു ഡിസ്റ്റൻസ് 3/7 NUയിലാണ്. അങ്ങനെ നമുക്ക് വി ഗെറ്റ് 0.192 FCK NUB എന്നൊരു വാല്യൂ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ C2 ഫൈൻഡ് ചെയ്യും. C2 ഫോർ ദി പാരബോളിക് റീജിയൻ. ഇനി ഈ ഒരു പാരബോളിക് റീജിയൻ്റെ C2 ആണ് നമ്മൾ കാണാം. പാരബോളിക് റീജിയനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് C2. അവിടെ ഡിസ്റ്റൻസ് നമുക്കറിയാം. ആദ്യത്തെ ഡിസ്റ്റൻസ് 3/7 NU. പിന്നെ പാരബോളയുടെ ഡിസ്റ്റൻസ് 4/7 NU ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എങ്ങനെ കിട്ടുന്നതെന്ന് നോക്കാം. സ്ട്രെസ് നമുക്കറിയാം സെയിം തന്നെയാണ് 0.45 FCK. ഈ സ്ട്രെസ് ബ്ലോക്കിൻ്റെ മുകളിൽ വരുന്ന മാക്സിമം കംപ്രസീവ് സ്ട്രെസ് കോൺക്രീറ്റിൻ്റെ 0.45 FCK തന്നെയാണ് ഇൻറ്റു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഏരിയ അണ്ടർ സ്ട്രെസ് എടുക്കുന്നതെന്ന്. ഇറ്റ് ഈസ് 2/3 ഇൻറ്റു 4/7 NU ഇൻറ്റു B. അതായത് പാരബോളയുടെ ഏരിയ വരുന്നത് 2/3 ഇൻറ്റു 4/7. 4/7 എന്ന് പറയുമ്പോൾ അതിൻ്റെ പാരബോളിക് റീജിയനുള്ള ആ ഒരു ഡെപ്ത് ആണ് 4/7 NU ഇൻറ്റു B. 2/3 ഇൻറ്റു 4/7 NU ഇൻറ്റു B ആണ് ഏരിയ അണ്ടർ സ്ട്രെസ്. ഈ ഒരു പോർഷൻ്റെ ഏരിയ നമുക്ക് കിട്ടി. ഇൻറ്റു സ്ട്രെസ് 0.45 FCK ചെയ്യുമ്പോൾ നമുക്ക് 0.171 FCK NUB എന്നൊരു വാല്യൂ കിട്ടും. അതിനെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് C കിട്ടും. ആ ഒരു സ്ട്രെസ് ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന C വാല്യൂ കിട്ടും. അത് സം ഓഫ് C1 പ്ലസ് C2 ആണ്. അപ്പോൾ C ഈക്വൽ ടു 0.36 FCK NUB എന്ന് കിട്ടും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫോർമുലയാണ്. കംപ്രസീവ് ഫോഴ്സ് C എന്താണ്? ഇറ്റ് ഈസ് കംപ്രസീവ് ഫോഴ്സ് ആണ്. കംപ്രസീവ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് 0.36 FCK NUB. അത് ചോദിക്കാറുണ്ട്, അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോഴും നമുക്ക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇതിൽ നമ്മൾ PSC ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് കാണണം. അതിന് മുന്നേ നമുക്ക് ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് നോക്കാം.
എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രെസ് ബ്ലോക്കിൻ്റെ ഏരിയ നോക്കണം. അതിന് നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഏരിയ ഓഫ് പാരബോള എന്ന് കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആണ് നമുക്കറിയാം ഓൾറെഡി 0.45 FCK ഇൻറ്റു 3/7 NU. ആ ഒരു ഡിസ്റ്റൻസ് 3/7 NU ആണ്. ഈ ഡിസ്റ്റൻസ് 3/7 NU ആണ്. പിന്നെ 0.45 FCK. അതുപോലെ നെക്സ്റ്റ് അഗൈൻ പാരബോളയുടെ എങ്ങനെയാണ് ഏരിയ 2/3 ഇൻറ്റു 0.45 FCK ഇൻറ്റു 4/7 NU എന്ന ഈ സ്ട്രെസ് ബ്ലോക്കിൻ്റെ ഡിസ്റ്റൻസ് പാരബോളിക് റീജിയൻ്റെ ഏരിയ ആണ് 2/3 ഇൻറ്റു 0.45 FCK ഇൻറ്റു 4/7 NU. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും 0.36 FCK NU എന്ന്. അപ്പം നമ്മൾ ജസ്റ്റ് തൊട്ട് മുൻപ് നോക്കിയത് കംപ്രസീവ് ഫോഴ്സ് ആയിരുന്നു. അത് 0.36 FCK NU B ആയിരുന്നു. ഒരു B എന്നൊരു ടേമും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് ആണ്. അത് 0.36 FCK NU. ഇവിടെ നമ്മൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിളും ഏരിയ ഓഫ് പാരബോള ആഡ് ചെയ്തിട്ടാണ് ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്. ഇതും PSCക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെസ് ബ്ലോക്കിന്റെ ഏരിയ 0.36 FCK NU എന്നുള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് to find liver arm distance. Liver arm distance ആണ് നമുക്ക് നോക്കേണ്ടത്. എന്താണ് liver arm distance എന്ന് നോക്കാം. liver arm distance ഇപ്പോൾ യെല്ലോയിൽ മാർക്ക് ചെയ്തതാണ് liver arm distance. അത് എന്താണ്? ഇത് സ്ട്രെസ് ബ്ലോക്ക് ആണെങ്കിൽ 0.87 FY സ്റ്റീലിൻ്റെ സ്ട്രെസ് ആണ്, ടെൻസൈൽ സ്ട്രെസ് ആണ്. ഈ സ്ട്രെസ് ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന സി ആണ് സ്ട്രെസ് ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്നത്. അത് സം ഓഫ് C1 + C2 ആണ്. നമുക്കറിയാം. അപ്പോൾ സിയും ഈ ഒരു 0.87 FYയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ സിയും ടോപ്പ് ഫൈബറും തമ്മിലുള്ള ഡിസ്റ്റൻസ് Y ബാർ ആണെന്ന് എടുക്കും. Y ബാർ ആണ് സിയും ടോപ്പ് ഫൈബറും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. Y ബാർന്നോ X ബാർന്നോ നമുക്ക് ഡിനോട്ട് ചെയ്യാം. Y ബാർ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. Y ബാർ ആ ഒരു ഡിസ്റ്റൻസ് Y ബാർ ആണ്. ടോപ്പ് ഫൈബറിൽ നിന്ന് സ്ട്രെസ് ബ്ലോക്കിന്റെ ടോപ്പ് ഫൈബറിൽ നിന്ന് ഈ ഒരു സിയിലേക്കുള്ള ഡിസ്റ്റൻസ് Y ബാർ ആയിട്ട് നമ്മൾ എടുത്തു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം മൊമെന്റ് എടുക്കുമ്പോൾ C ഇൻറ്റു Y ബാർ ഈക്വൽ ടു ആ ഒരു കംപ്രസീവ് ഫോഴ്സ് C ഇൻറ്റു Y ബാർ ഈക്വൽ ടു ഇനി നമുക്കറിയാം അവിടെ ആക്ട് ചെയ്യുന്ന C1 ഇൻറ്റു 3 മൊമെന്റ് എടുക്കുമ്പോൾ 3/7 ഹാഫ് CY ബാർ ഈക്വൽ ടു C1 ഇൻറ്റു ഹാഫ് ഇൻറ്റു 3/7 NU പ്ലസ് C2 ഇൻറ്റു ഇതെങ്ങനെ എടുത്തതെന്ന് ശ്രദ്ധിക്കുക. C2 എന്ന ഫോഴ്സ് ഈ സ്ട്രെസ് ഡയഗ്രാം ശ്രദ്ധിക്കുക. ഈ C2ന്റെ ഡിസ്റ്റൻസ് ടോപ്പ് ഫൈബറിലേക്ക് 0.45 FCK സ്ട്രെസ് ബ്ലോക്കിന്റെ ടോപ്പ് ഫൈബറിലേക്കുള്ള C2ന്റെ ഡിസ്റ്റൻസ് ആണ് 3/7 NU പ്ലസ് പാരബോളയുടെ CGയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അത് പാരബോളയുടെ CGയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. C2ന്റെ നമ്മൾ ടോപ്പ് ഫൈബറിലേക്ക് എടുക്കുന്ന മൊമെന്റ് C2 ഇൻറ്റു 3/7 NU പ്ലസ് 3/8 പാരബോളയുടെ CG ആണ് 3/8 ഇൻറ്റു 4/7 NU. പാരബോളയുടെ CG ആണ് 3/8 ഇൻറ്റു ആ ഒരു ഡിസ്റ്റൻസ് പാരബോളയുടെ ടോട്ടൽ ഡിസ്റ്റൻസ് 4/7 NU എന്നുള്ളത്. അപ്പോൾ CY ബാർ ഈക്വൽ ടു C1 ഇൻറ്റു ഹാഫ് ഓഫ് 3/7 NU പ്ലസ് C2 ഇൻറ്റു 3/7 NU പ്ലസ് 3/8 ഇൻറ്റു 4/7 NU. 4/7 NU ആണ് ആ ഒരു സ്ട്രെസ് ബ്ലോക്ക്. ഏത് പാരബോളിക് റീജിയന്റെ ടോട്ടൽ ലെങ്ത് 4/7 NU ആണ്. അതിന്റെ 3/8 ആണ് പാരബോളയുടെ CG. അപ്പൊ അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വാല്യൂസ് ഓഫ് C1 ആൻഡ് C2 നമുക്ക് എന്ത് കിട്ടും? Y ബാർ ഈക്വൽ ടു ലിവർ ആം ഡിസ്റ്റൻസ് അല്ല, അതിന് മുൻപ് നമ്മൾ Y ബാർ എടുത്തിരുന്നു. C എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ടോപ്പ് ഫൈബറിൽ നിന്ന് എത്ര ദൂരെയാണ്, അതാണ് Y ബാർ. അത് 0.42 NU എന്ന് കിട്ടും. അങ്ങനെ ലിവർ ആം നമുക്കറിയാം ഇഫക്റ്റീവ് ഡെപ്ത് മൈനസ്
ഇഫക്റ്റീവ് ഡെപ്ത് മൈനസ് വൈ ബാർ ആണ് നമുക്കറിയാം. അങ്ങനെ ലിവർ ആം എന്ന് പറഞ്ഞാൽ d മൈനസ് 0.42 NU. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ലിവർ ആം ഡിസ്റ്റൻസ് ഓഫ് ദി സ്ട്രെസ് ഡയഗ്രാം d മൈനസ് 0.42 NU ആണ്. അങ്ങനെ നമുക്കിപ്പോൾ നമ്മൾ എന്തെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു വന്നു? കംപ്രസീവ് ഫോഴ്സ് C1 പ്ലസ് C2 ആണെന്ന് നമ്മൾ കണ്ടു. അവിടെ നിന്ന് നമ്മൾ പിന്നീട് ലിവർ ആം ഡിസ്റ്റൻസ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. എങ്ങനെ നമ്മൾ മൊമെൻ്റ് എടുത്തു? C ഇൻറ്റു വൈ ബാർ ഈക്വൽ ടു വൈ ബാർ എന്ന ഡിസ്റ്റൻസിലാണ് ടോപ്പ് ഫൈബറിൽ നിന്ന് C ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ എടുത്തിട്ട് വൈ ബാർ കണ്ടുപിടിച്ചു 0.42 NU എന്ന്. അങ്ങനെ ലിവർ ആം എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ഡെപ്ത് ആണ്. സ്ട്രെസ് ബ്ലോക്കിന്റെ ടോട്ടൽ ഡെപ്ത് അല്ലോ. നമ്മൾ സെക്ഷന്റെ റെയിൻഫോഴ്സ്മെന്റിന്റെ CGയിലേക്ക് വരയ്ക്കുന്നത്, റെയിൻഫോഴ്സ്മെന്റിന്റെ സെന്ററിലേക്ക് വരയ്ക്കുന്നതാണ്. ടോപ്പ് ഫൈബറിൽ നിന്ന് റെയിൻഫോഴ്സ്മെന്റ് കൊടുത്തിരിക്കുന്ന സെന്ററിലേക്ക് വരയ്ക്കുന്നതാണ് ഇഫക്റ്റീവ് ഡെപ്ത്. അപ്പോൾ ഇഫക്റ്റീവ് ഡെപ്ത് മൈനസ് 0.42 NU എന്ന് നമുക്ക് കിട്ടും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഇനി നമുക്ക് ലിവർ ആമും കിട്ടി, കംപ്രഷൻ ഫോഴ്സും കിട്ടി. അപ്പോൾ നമുക്കിനി MU കംപ്രഷൻ സൈഡിൽ MU കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? കംപ്രഷൻ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. കംപ്രഷൻ ഫോഴ്സ് C ഇൻറ്റു D മൈനസ് വൈ ബാർ. അത് നമ്മൾ നേരത്തെ കിട്ടിയ സിയുടെ വാല്യൂ ആണ് 0.36 FCKB NU എന്നുള്ളത്. അതിലേക്ക് നമ്മൾ ലിവർ ആം D മൈനസ് 0.42 NU എന്ന് കൊടുക്കുമ്പോൾ അത് കിട്ടും. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ കംപ്രഷൻ സൈഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ടെൻഷൻ സൈഡ്, അതെന്ന് പറഞ്ഞാൽ ടെൻഷൻ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ആണ്. ടെൻഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.87 FYAST. സ്ട്രെസ് ഡയഗ്രത്തിന്റെ ഏരിയ. ടെൻഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏരിയ ഇൻറ്റു ലിവർ ആം ആണ്. സ്ട്രെസ് ഇൻറ്റു ഏരിയ ഇൻറ്റു ലിവർ ആം ആണെന്ന്. എന്ത്? മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ടെൻഷൻ സൈഡ്. അപ്പോൾ ടെൻഷൻ സൈഡിൽ നിന്നുള്ളത് 0.7 FYAST ആണ്. സ്ട്രെസ് ഇൻറ്റു ഏരിയ 0.87 FY ആണ് സ്ട്രെസ്. AST എന്ന് പറഞ്ഞാൽ സ്റ്റീലാണ്. അവിടെ ടെൻസൈൽ സൈഡിൽ സ്റ്റീലാണല്ലോ, അപ്പോൾ അതിൻ്റെ ഏരിയ ആണ് പറയുക. 0.87 FY AST ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് D മൈനസ് 0.42 NU. അപ്പോൾ 0.87 FY എന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രെസ് ആണ്, ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റിന്റെ സ്ട്രെസ് ആണത്, ഇൻറ്റു കമ്പികളുടെ ഏരിയ ആണ് AST ഇൻറ്റു D മൈനസ് 0.42 NU ആണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ടെൻഷൻ സൈഡ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കേണ്ടതാണ് ഈ വാല്യൂസ്. ഇതെങ്ങനെ കിട്ടിയെന്നല്ല, നമുക്ക് സിയുടെ C1 പ്ലസ് C2 ചെയ്തതും ലിവർ ആം എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്തെന്നുള്ളതും ഓർത്തിരിക്കുക. ശരി, ഇനി നമുക്ക് ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് നോക്കാം. ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ MU ലിമിറ്റ് കാണണം. അതുപോലെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ NU ലിമിറ്റ് കണ്ടിരുന്നു, ന്യൂട്രൽ ആക്സിസിന്റെ ലിമിറ്റിംഗ് ഡെപ്ത് കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു NU ലിമിറ്റ് എന്തിനാണ് കാണുന്നതെന്ന് റീസൺ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ MU ലിമിറ്റും NU ലിമിറ്റും ഇനി AST ലിമിറ്റും കാണും. അത് എന്തിനാന്ന് വെച്ചാൽ ഒരിക്കലും സെക്ഷൻ ഓവർ റെയിൻഫോഴ്സ്ഡ് ആയി പോവാതിരിക്കാനായിട്ട് അതിൻ്റെ ഒരു ലിമിറ്റിംഗ് ഡെപ്തോ അല്ലെങ്കിൽ MU ലിമിറ്റ് AST ലിമിറ്റ് ഒക്കെ അതിനാണ് കാണുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന NU ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗ്രേഡ് ഓഫ് സ്റ്റീലിനനുസരിച്ച് വേരി ചെയ്യും. FE 250 ആണെങ്കിൽ 0.53 D, അതുപോലെ FE 415 ആണെങ്കിൽ 0.48 D, അതുപോലെ FE 500 സ്റ്റീൽ ആണെങ്കിൽ 0.46 D ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് MU ലിമിറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ N ഈക്വൽ ടു NU ലിമിറ്റ് എന്നാണ് അസംഷൻ. എന്നിട്ട് നമുക്ക് ഫ്രം കംപ്രഷൻ സൈഡിൽ നിന്ന് MU ലിമിറ്റ് എടുക്കും. MU ലിമിറ്റ് ആണ് കാണേണ്ടത്. അത് കംപ്രഷൻ സൈഡിൽ നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അഗെയിൻ കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ആണ് നമുക്കറിയാം. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. കംപ്രസീവ് ഫോഴ്സ് C ഇൻറ്റു ലിവർ ആം D മൈനസ് 0.42 NU ആണെന്ന് അറിയാം. അവിടെ നമ്മൾ ലിമിറ്റ് കൊടുത്തു, D മൈനസ് 0.42 NU ലിമിറ്റ് എന്ന് കൊടുത്തു ലിവർ ആം. അപ്പോൾ C നമുക്ക് ഓൾറെഡി ഇപ്പം തന്നെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. C1 പ്ലസ് C2 എന്നുള്ള ഫോഴ്സുകളിൽ നിന്ന് C 0.36 FCKB NU ആണ്. അതിന് നമ്മൾ ലിമിറ്റ് കൊടുത്തു, NUവിന് ലിമിറ്റ് കൊടുത്തു. പിന്നെ ലിവർ ആം എന്ന് പറഞ്ഞാൽ അഗെയിൻ D മൈനസ് 0.42 NU ലിമിറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ D നമ്മൾ പുറത്തെടുത്തു. ഈ ഒരു
ഇതിൽ നിന്ന് നമ്മൾ ഡി ബ്രാക്കറ്റിൽ നിന്ന് ഡി പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 മൈനസ് 0.42 NU ലിമിറ്റ് ബൈ ഡി, ഇങ്ങനെ നമുക്ക് ഈ ഒരു ടേം കിട്ടും. ഡി നമ്മൾ ഔട്ട്സൈഡ് എടുത്തു, പിന്നെ നമ്മൾ ഇൻറ്റു ചെയ്യാണ്. ഡി ബൈ ഡി വെച്ചിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ 0.36 FCK BD സ്ക്വയർ NU ലിമിറ്റ് ബൈ ഡി ഇൻറ്റു 1 മൈനസ് 42 NU ലിമിറ്റ് ബൈ ഡി, ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടും. അതിന് നമ്മൾ FCK BD സ്ക്വയർ, അവിടെ നിന്ന് നമ്മൾ FCK BD സ്ക്വയർ എന്ന വാല്യൂ നമ്മൾ MU ലിമിറ്റിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരും. MU ലിമിറ്റിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് കിട്ടുക 0.36 ഇൻറ്റു NU ലിമിറ്റ് ബൈ ഡി ഇൻറ്റു 1 മൈനസ് 0.42 NU ലിമിറ്റ് ബൈ ഡി എന്ന് കിട്ടും. NU ലിമിറ്റ് ബൈ ഡിയുടെ വാല്യൂസ് ഓൾറെഡി നമുക്കറിയാം. NU ലിമിറ്റ് ബൈ ഡിയുടെ വാല്യൂസ് നമുക്ക് ഓൾറെഡി ഞാനിപ്പോൾ പറഞ്ഞാണ്. സ്റ്റീലിൻ്റെ ഗ്രേഡ് അനുസരിച്ച് നമുക്കൊരു ടേബിളും ഉണ്ടായിരുന്നു. അതാണിത്, ലാസ്റ്റ് ഡേ നോക്കിയതാണ് ഈ ടേബിള്. NU ലിമിറ്റ് ബൈ ഡിയുടെ വാല്യൂസ് അറിയാം ബാക്കി. അപ്പോൾ ഇവിടെ MU ലിമിറ്റ് ബൈ FCK BD സ്ക്വയറിൻ്റെ ടേബിളാണ് ഇത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. MU ലിമിറ്റ് ബൈ FCK BD സ്ക്വയർ, അതായത് MU ലിമിറ്റ് കാണണമെങ്കിൽ നമുക്ക് FE 250 ആണെങ്കിൽ 0.148 FCK നമുക്ക് അറിയാമായിരിക്കും. BD സ്ക്വയർ സെക്ഷൻ്റെ ഇതിൽ നിന്ന് നമുക്ക് അറിയാമായിരിക്കും. സെക്ഷൻ്റെ ക്രോസ് സെക്ഷനിൽ നിന്ന് BD സ്ക്വയറും അറിയാമെങ്കിൽ നമുക്ക് MU ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയും. MU ലിമിറ്റ് 0.148 FCK BD സ്ക്വയർ ആണ് FE 250ക്ക്, അല്ലെങ്കിൽ 0.138 FCK BD സ്ക്വയർ ആയിരിക്കും FE 415 സ്റ്റീലിന്, അല്ലെങ്കിൽ 0.133 FCK BD സ്ക്വയർ ആയിരിക്കും MU ലിമിറ്റ് ഫോർ 500 FE 500 ഗ്രേഡിന് 0.133 FCK BD സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ടേബിൾസും ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ടേബിൾസും NU ലിമിറ്റിൻ്റെ ടേബിളും MU ലിമിറ്റിൻ്റെ ടേബിളും നമ്മൾ ഓർത്തിരിക്കണം. ആ വാല്യൂസ് ചോദിക്കാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് PSC. ഇനി നമുക്ക് ലാസ്റ്റ് MU ലിമിറ്റ് ഫ്രം ടെൻഷൻ സൈഡ് നോക്കാം. MU ലിമിറ്റ് ഫ്രം ടെൻഷൻ സൈഡ് നമുക്കറിയാം. MU ലിമിറ്റ് ഫ്രം ടെൻഷൻ സൈഡ് എന്ന് പറഞ്ഞാൽ ആകെ നമുക്കൊരു വ്യത്യാസമുള്ളത് 0.87 FY സ്ട്രെസ് AST ഏരിയ ഇൻറ്റു D മൈനസ് 0.42 NU ആണ്. എന്താണ് MU ടെൻഷൻ സൈഡ് എന്നറിയാം. അവിടെ നമ്മൾ MU ലിമിറ്റ് എന്ന് കൊടുക്കുമ്പോൾ ASTക്ക് ലിമിറ്റ് കൊടുക്കുക, അതുപോലെ NUവിന് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ MU ലിമിറ്റ് ഫ്രം ടെൻഷൻ സൈഡ് ആവും. ആകും. MU ലിമിറ്റ് ഫ്രം ടെൻഷൻ സൈഡ് ആണ് 0.87 FY AST ലിമിറ്റ് ഇൻറ്റു D മൈനസ് 0.42 NU ലിമിറ്റ് എന്നുള്ളത്. അപ്പം നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പയറിങ് NU ആൻഡ് NU ലിമിറ്റ്. NU എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസും NU ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി പറയാറില്ല ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്തിനെയാണ് നമ്മൾ NU ലിമിറ്റ് എന്ന് പറയാം. NUവും NU ലിമിറ്റും നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ നോക്കാം. കമ്പയർ ചെയ്യുന്നത് എന്തിനാണ്? അത് ബാലൻസ്ഡ് ആണോ, സെക്ഷൻ അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആണോ, ഓവർ റെയിൻഫോഴ്സ്ഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് NU ലിമിറ്റ്. മിഡിലൂടെ പാസ് ചെയ്യുന്നതാണ്. ടോപ്പ് ഫൈബറിൽ നിന്ന് മിഡിലൂടെ പാസ് ചെയ്യുന്നത് NU ലിമിറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയും. ഇവിടെ LSM മെത്തേഡിൽ NU ലിമിറ്റ് എന്നാണ് നമ്മൾ പറയുക. ലിമിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ആ വാല്യൂ. ഇനി അപ്പോൾ ബാലൻസ് സെക്ഷനിൽ NU വിൽ ബി ഈക്വൽ ടു NU ലിമിറ്റ്. NU വിൽ ബി ബാലൻസ് സെക്ഷൻ്റെ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് വിൽ ബി ഈക്വൽ ടു NU will be equal to NU ലിമിറ്റ് ആയിരിക്കും. അതുപോലെ അണ്ടർ റെയിൻഫോഴ്സ് സെക്ഷനിൽ NU എങ്ങനെയായിരിക്കും? ആക്ച്വൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എങ്ങനെയായിരിക്കും? NU ലിമിറ്റിനേലും കുറവാണ്. ഈ ഒരു ഡെപ്ത് കണ്ടോ? NU ലിമിറ്റിനേലും കുറവായാണ് നിൽക്കുന്നത്. അപ്പോൾ NU ലിമിറ്റ്
NU less than NU limit. Like നമ്മൾ ഓൾറെഡി ബാലൻസ്ഡ് അണ്ടർ റെയിൻഫോഴ്സ്ഡ് ഒക്കെ WSM മെത്തേഡിൽ പറഞ്ഞിരുന്നു. NA ലെസ് ദാൻ NC ആണെങ്കിൽ അണ്ടർ റെയിൻഫോഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെ NU ആക്ച്വൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് NU will be less than NU limit. Will be less than NU limit in under reinforced section. NU less than NU limit. NU limit എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെപ്ത്. NU limit. അതുപോലെ ഓവർ റെയിൻഫോഴ്സ്ഡ് ആണെങ്കിൽ NU will be greater than NU limit. NU limit. അതുപോലെ നമുക്ക് നോക്കാനുള്ളത് കംപ്രസീവ് സ്ട്രെസ്. അതുപോലെ നമുക്ക് നോക്കാനുള്ള എന്താണ് സ്ട്രെസ്സിലുള്ള വേരിയേഷൻ. ബാലൻസ്ഡ് ആണെങ്കിൽ 0.45 FCKയും 0.87 FYയും തന്നെയായിരിക്കും. കാരണം സ്റ്റീലും കോൺക്രീറ്റും അതിൻ്റെ ഒരു മാക്സിമം വാല്യൂവിലാണ് എത്തുക. ബാലൻസ് സെക്ഷൻ ആണെങ്കിൽ അവർ സൈമൾട്ടേനിയസ്ലി അവരുടെ പെർമിസിബിൾ ആയിട്ടുള്ള കംപ്രസീവ് സ്ട്രെസ്സിലേക്കും ടെൻസൈൽ സ്ട്രെസ്സിലേക്കും എത്തും. പക്ഷേ ഒരു അണ്ടർ റെയിൻഫോഴ്സ് സെക്ഷൻ ആണെങ്കിൽ അവിടെ സ്റ്റീല് കുറവായതുകൊണ്ട് സ്റ്റീൽ അതിൻ്റെ പെർമിസിബിൾ ലിമിറ്റായ 0.87 FYയിൽ എത്തുമ്പോൾ കോൺക്രീറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0.45 FCK എന്നുള്ളതാണ്. പിന്നെ ഓവർ റെയിൻഫോഴ്സ് സെക്ഷൻ ആണെങ്കിൽ അവിടെ സ്റ്റീൽ കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റീൽ ഒരിക്കലും അതിൻ്റെ പെർമിസിബിൾ ലിമിറ്റായ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പെർമിസിബിൾ ലിമിറ്റായ 0.87 FYയിൽ എത്തില്ല. പക്ഷേ കോൺക്രീറ്റ് അതിൻ്റെ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ആയ 0.45 FCKക്ക് ഈക്വൽ ആയിരിക്കും. ഓവർ റെയിൻഫോഴ്സ് സെക്ഷനിൽ വിൽ ബി ഈക്വൽ ടു 0.45 FCK ഓവർ റെയിൻഫോഴ്സ് സെക്ഷൻ. ഇതാണ് നമ്മൾ NU NU ലിമിറ്റിൻ്റെയും കമ്പാരിസൺ. NU ആൻഡ് NU ലിമിറ്റിൻ്റെ കമ്പാരിസൺ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്തിനാണ്? ബാലൻസ്ഡ് ആണോ അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആണോ ആ ഒരു സെക്ഷൻ ഓവർ റെയിൻഫോഴ്സ്ഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലിമിറ്റിംഗ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ എന്തിനാണ് സ്റ്റീലും ASTയും നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ NU ലിമിറ്റ് കൊടുക്കുന്നത്, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ലിമിറ്റ് കൊടുക്കുന്നതെന്നെല്ലാം ഓൾറെഡി പറഞ്ഞു. അത് സെക്ഷൻ ഓവർ റെയിൻഫോഴ്സ്ഡ് ആയി പോവാതിരിക്കാനാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്ന. ഓവർ റെയിൻഫോഴ്സ് സെക്ഷൻസ് എന്തുകൊണ്ടാണ് നമ്മൾ അതാകാതെ നോക്കുന്നത് ഓവർ റെയിൻഫോഴ്സ് സെക്ഷൻസ്? ബിക്കോസ് അത് ഒരിക്കലും നമുക്കൊരു വാർണിംഗ് തരില്ല. അതായത് സ്റ്റീൽ ഓൾറെഡി കൂടുതലുണ്ട്. അപ്പോൾ സ്റ്റീൽ ഒരിക്കലും അതിൻ്റെ പെർമിസിബിൾ ലിമിറ്റായ 0.87 FYയിൽ എത്തില്ല. അപ്പോൾ അതുകൊണ്ട് കോൺക്രീറ്റ് പെട്ടെന്ന് ഒരു ബ്രിറ്റിൽ ഫെയിലിയർ കാണിക്കും. നോ വാർണിംഗ്സ് വിൽ ബി ഗിവൺ. അപ്പോൾ നമുക്ക് ലിമിറ്റിംഗ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നോക്കാം. നമുക്ക് IS കോഡിലുള്ളൊരു IS കോഡിൽ IS 456 ഫോർമുലയാണിത്. PT ലിമിറ്റ് ഈക്വൽ ടു AST ലിമിറ്റ് ബൈ BD ഇൻറ്റു 100 എന്നുള്ളൊരു ഫോർമുല. അതിൽ നിന്ന് നമ്മൾ ലിമിറ്റിംഗ് പെർസെൻറ്റേജ് AST ലിമിറ്റ് കാണാൻ പോവാണ്. ഇവിടെ നമ്മൾ 100നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 100നെ നമ്മൾ PT ലിമിറ്റ് ബൈ 100 എന്ന് എഴുതി AST ലിമിറ്റ് ബൈ BD അതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യും. ഇനി ഇക്വേറ്റിംഗ് ഫോഴ്സ് ഇൻ കംപ്രഷൻ ആൻഡ് ഫോഴ്സ് ഇൻ ടെൻഷൻ. ഫോഴ്സ് ഇൻ കംപ്രഷനും ഫോഴ്സ് ഇൻ ടെൻഷനും നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0.36 FCK BNU ലിമിറ്റ് ഈക്വൽ ടു 0.87 FY AST ലിമിറ്റ് നമുക്ക് വാല്യൂ കിട്ടും. അതിൽ നിന്ന് നമുക്ക് AST ലിമിറ്റ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. 0.36 FCK BNU ലിമിറ്റ് ബൈ 0.87 FY എന്ന് കിട്ടും. നമ്മൾ എല്ലായിടത്തും ഡിവൈഡിങ് ബൈ BD. Dividing by BD we get AST limit by BD equal to 0.36 FCK by 0.87 FY NU limit by D എന്നൊരു ടേം കിട്ടും. അതിൽ നിന്ന് നമുക്ക് AST limit by BD, ഈ AST limit by BD നമ്മൾ ഇക്വേഷൻ 1ൽ നിന്ന് കണ്ടതാണ്. AST limit by BD PT limit by 100 എന്ന് നമുക്ക് എഴുതാന്ന്. PT ലിമിറ്റ് ബൈ 100 എന്ന് നമുക്ക് എഴുതാവുന്ന ഓൾറെഡി ഇക്വേഷൻ 1ൽ നിന്ന് നമ്മൾ കണ്ടതാണ്. ഇക്വേഷൻ 1ൽ നിന്ന് അപ്പോൾ ഈസ് ഈക്വൽ ടു 0.41 FCK ബൈ FY ഇൻറ്റു NU ലിമിറ്റ് ബൈ D എന്നൊരു ടേം കിട്ടും. ഈ ഒരു ഫോർമുല AST ലിമിറ്റിൻ്റെ ഈ ഒരു ഫോർമുലയും മോസ്റ്റ്ലി SSC JEEക്കൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. 0.41 FCK ബൈ FY ഇൻറ്റു NU ലിമിറ്റ് ബൈ D. അപ്പോൾ നമുക്ക് PT ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിൻ്റെ ഒരു PT ലിമിറ്റ് ബൈ 100 ഈക്വൽ ടു 0.41 FCK അറിയായിരിക്കും. FY നമുക്കറിയായിരിക്കും. NU ലിമിറ്റ് ബൈ D ടേബിളിൽ നിന്ന് നമ്മൾ ഗ്രേഡ് ഓഫ് സ്റ്റീൽ വെച്ച് നമുക്കറിയായിരിക്കും. അപ്പോൾ നമുക്ക് PT ലിമിറ്റ് കിട്ടും. മൂവിങ് ഓൺ ടു അതർ ടോപ്പിക്സ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിസൈൻ ഫോർമുലയാണ്.
ഡിസൈൻ ഫോർമുല നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഓൾറെഡി ചെയ്തതാണ്. ഓൾറെഡി നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് വെച്ചിട്ട് ഡിസൈൻ ഫോർമുല എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടാണ്. അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലും പോകുന്നത്. അതിൻ്റെ ഒരു സ്റ്റെപ്സ് അങ്ങനെ തന്നെ സെയിം ആണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് പോലെ തന്നെയാണ് അത് നമ്മൾ ചെയ്യുന്നത്. ഡിസൈൻ ഫോർമുല നമ്മളൊരു ലിമിറ്റിംഗ് സെക്ഷൻ ആണ് ഡിസൈൻ ചെയ്യുക. നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ പറഞ്ഞ ഓൾവേസ് നമ്മളൊരു ബാലൻസ് സെക്ഷൻ ആണ് ഡിസൈൻ ചെയ്യാമെന്ന്. അപ്പോൾ ഡിസൈൻ ഫോർമുല ഫോർ ലിമിറ്റിംഗ് സെക്ഷൻ അല്ലെങ്കിൽ ബാലൻസ് സെക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യണം. ബാലൻസ് സെക്ഷൻ ഡിസൈൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുക. അതിന് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം കംപ്രഷൻ സൈഡാണ് നമ്മൾ എടുക്കുക. ആക്ച്വൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കാണാനായിട്ട് അത് നമ്മളിപ്പോൾ ഓൾറെഡി കുറേ തവണ പറഞ്ഞു. 0.36 FCK B NU ലിമിറ്റ് ഇൻറ്റു ലിവർ ആം D - 0.42 NU ലിമിറ്റ്. അവിടെ നമ്മൾ 0.36 FCKനെ C കൊണ്ട് ഡിനോട്ട് ചെയ്തു. 0.36 FCK C ആയി. പിന്നെ B അങ്ങനെ തന്നെ നമ്മൾ എഴുതുന്നു. പിന്നെ NU ലിമിറ്റിന് നമ്മൾ KD, NU ലിമിറ്റിനെ നമ്മൾ KD എന്നൊരു ഫോർമുല ഇട്ട് കൊടുക്കുന്നു. അത് നമുക്ക് ഓൾറെഡി അറിയാം NU ലിമിറ്റ് ഈക്വൽ ടു KD എന്ന്. അതുപോലെ തന്നെയായിരുന്നു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ NC ഈക്വൽ ടു KD. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 0.36 FCKക്ക് നമ്മൾ C എന്നിട്ട് കൊടുത്തു, ബീനെ അങ്ങനെ തന്നെ എഴുതി. പിന്നെ NU ലിമിറ്റിന് നമ്മൾ KD എന്നിട്ട് കൊടുത്തു. എന്നിട്ട് ലിവർ ആം D - 0.42 NU ലിമിറ്റ് അവിടെയുണ്ട്, ലിവർ ആമിലും ഉണ്ട്. അതിനെ നമ്മൾ KD എന്നൊരു വാല്യൂ ഇട്ട് കൊടുത്തു. അവിടെ നമുക്ക് ഇങ്ങനെ കിട്ടും CBK D square into 1 - 0.42 K എന്ന് കിട്ടും. നമ്മൾ ഡീനെ ആ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ CBK D square into 1 - 0.42 K എന്ന് കിട്ടും. നമുക്ക് ഈ ഒരു ടേം 1 - 0.42 K നെ നമുക്ക് J എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫോർമുല CJK BD square എന്നാവും. CJKനെ നമുക്ക് Q കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം, Q. അപ്പോൾ ഇറ്റ് ബിക്കംസ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് MU കംപ്രഷൻ സൈഡിലെ QBD സ്ക്വയർ എന്നിട്ട് അവിടെ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് D കാണാം. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം കംപ്രഷൻ സൈഡ് ബൈ QB എഫക്റ്റീവ് ഡെപ്ത് കിട്ടും. എഫക്റ്റീവ് ഡെപ്ത് കിട്ടിയാൽ അവിടെ നമുക്ക് ഓവറോൾ ഡെപ്ത് കാണാം. കൊടുത്തിരിക്കുന്ന കവർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്തിന് എഫക്റ്റീവ് കവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ഡെപ്ത് കിട്ടും. അവിടുന്ന് സെക്ഷൻ്റെ ഓവറോൾ ഡെപ്ത് കിട്ടും. അങ്ങനെ നമുക്ക് ആ ഒരു സെക്ഷൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഏരിയ ഓഫ് സ്റ്റീലാണ്. അതിന് നമ്മൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ടെൻഷൻ സൈഡ് കാണുക. നമുക്ക് സ്റ്റെപ്പ് 2 ആണ് ഡിസൈൻ ഓഫ് ലിമിറ്റിംഗ് സെക്ഷൻ വിത്ത് LSM മെത്തേഡ്. ഡിസൈൻ ഓഫ് ലിമിറ്റിംഗ് സെക്ഷൻ വിത്ത് LSM മെത്തേഡിലെ സ്റ്റെപ്പ് 2 ആണ് ഫൈൻഡ് ഏരിയ ഓഫ് സ്റ്റീൽ AST നമുക്ക് കാണണം. അതിനാണ് നമ്മൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ടെൻഷൻ സൈഡ് എടുക്കും. അത് അഗെയിൻ നമുക്ക് അറിയാം 0.87 FY AST ഇൻറ്റു D - 0.42 NU ലിമിറ്റ് ആണെന്ന്. അവിടുന്ന് MU ലിമിറ്റ് ASTനെ ആ സൈഡിൽ നിർത്തിക്കൊണ്ട് MU ടെൻഷൻ സൈഡിൽ ഡിവൈഡഡ് ബൈ ഈ ഒരു ഫോർമുല കിട്ടും 0.87 FY ഇൻറ്റു ആ ഒരു ഫോർമുല ഇട്ട് NU ലിമിറ്റിന് നമ്മൾ KD എന്ന് കൊടുക്കും. NU ലിമിറ്റ് നമ്മൾ KD എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഈ ഒരു ബ്രാക്കറ്റിൽ. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും. അതിൽ നിന്ന് നമ്മൾ 1 - 0.42 Kനെ നമ്മൾ J എന്ന വാല്യൂ കൊണ്ട് ഇവിടെയും റെപ്രസെൻറ്റ് ചെയ്യും. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം കംപ്രഷൻ സൈഡിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് എഫക്റ്റീവ് ഡെപ്ത് കണ്ട പോലെ തന്നെ J ഇട്ട് കൊടുക്കുമ്പോൾ വി ഗെറ്റ് ദിസ് ഫോർമുല MU ഫ്രം ടെൻഷൻ സൈഡ് ഡിവൈഡഡ് ബൈ 0.87 FY DJ എന്നൊരു ഫോർമുല കിട്ടും. അതിൽ നിന്ന് AST നമുക്ക് കാണാം, ഏരിയ ഓഫ് സ്റ്റീൽ കാണാം. അങ്ങനെ നമുക്കൊരു സെക്ഷൻ ഡിസൈൻ ചെയ്യാം, ലിമിറ്റിംഗ് സെക്ഷൻ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലിമിറ്റിംഗ് സെക്ഷൻ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക? ആദ്യം തന്നെ ഒരു ന്യൂട്രൽ ആക്സിസിൻ്റെ ആക്ച്വൽ ഡെപ്ത് കാണുക. അതിനാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം കംപ്രഷൻ സൈഡ് ചെയ്യും. പിന്നീട് നമ്മൾ ഏരിയ ഓഫ് സ്റ്റീൽ കാണാനായിട്ട് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ടെൻഷൻ സൈഡും ചെയ്ത് നമുക്ക് എഫക്റ്റീവ് ഡെപ്തും കിട്ടും, ഏരിയ ഓഫ് സ്റ്റീൽ ടു ബി യൂസ്ഡും കിട്ടും. അങ്ങനെ നമുക്ക് ലിമിറ്റിംഗ് സെക്ഷൻ LSM മെത്തേഡിൽ
LSM ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ഒരു സെക്ഷൻ ഡിസൈൻ ചെയ്യാൻ കഴിയും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ ഇത് പറയുന്നതോടൊപ്പം തന്നെ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്, അതായത് സ്റ്റീൽ കമ്പിയുടെ ലിമിറ്റിംഗ് വാല്യൂസ് നമുക്ക് നോക്കണം. അതായത് എത്ര മിനിമം കൊടുക്കണം, എത്ര മാക്സിമം കൊടുക്കണം എന്ന് നമുക്ക് നോക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. മിനിമം ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്, മിനിമം ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ആവരുത് A0 by BD equal to 0.85 FY. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോഡിലുള്ളതാണിത്. A0 by BD equal to 0.85 by FY എന്നുള്ള ടേം. അത് A0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മിനിമം ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്. A0 equal to 0.85 by FY into BD എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മിനിമം ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ആണ് A0 by BD equal to 0.85 by FY. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. FY എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം സ്റ്റീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്. അത് 250 415 415 500 ആവാം ഇൻ ന്യൂട്ടൺ പെർ mm². ഇനി മാക്സിമം ഏരിയ നോക്കാം. ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 4% ഓഫ് ദ ഗ്രോസ് ക്രോസ് സെക്ഷണൽ ഏരിയ, അല്ലെങ്കിൽ 4% ഓഫ് BD എന്ന് പറയാം. minimum tension reinforcement it should not be less than A0 by BD equal to 0.85 by FI. അതുപോലെ മാക്സിമം ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് കമ്പിയുടെ ഏരിയ എന്തിൽ കൂടാൻ പാടില്ല, 4% ഓഫ് BD അല്ലെങ്കിൽ 4% ഓഫ് ദ ഗ്രോസ് ക്രോസ് സെക്ഷണൽ ഏരിയ, അതിൽ കൂടാൻ പാടില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് ഡിഫിക്കൽറ്റി ഇൻ പ്ലേസിംഗ് ആൻഡ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് പ്രോപ്പർലി ഇൻ ഫ്രെയിം വർക്ക്. കമ്പിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ കൂടി കഴിഞ്ഞാൽ ദർ വിൽ ബി ഡിഫിക്കൽട്ടി ഇൻ പ്ലേസിംഗ് ആൻഡ് കോമ്പാക്റ്റിംഗ് ഓഫ് ദ കോൺക്രീറ്റ് അതിൽ ഇടാനും കമ്പിയുടെ ഇടയിലൂടെ ഇടാനും അതുപോലെ കോൺക്രീറ്റിനെ കോമ്പാക്റ്റ് ചെയ്ത് കൊടുക്കാനും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ലിമിറ്റ് ചെയ്യുന്നത് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റിനെ. മിനിമം ഏരിയ കുറയാനും പാടില്ല, മാക്സിമം ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് കൂടാനും പാടില്ല എന്നൊരു കണ്ടീഷൻ വെക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ശരി, ഇനി നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്യാം. പോയിന്റ്സ് ടു റിമെമ്പർ. കംപ്രസീവ് ഫോഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. കംപ്രസീവ് ഫോഴ്സ് ആണ് ചോദ്യം. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ല. കംപ്രസീവ് ഫോഴ്സ് 0.36 FCK BNU. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് 0.36 FCK B ഇല്ല, ബട്ട് NU. 0.36 FCK NU ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് ആണ്. 0.36 FCK BNU എന്ന് പറഞ്ഞാൽ കംപ്രസീവ് ഫോഴ്സ് C ആണ്. പിന്നെ ലിവർ ആം ഡിസ്റ്റൻസ് D minus Y bar is D minus 0.42 NU. ഇതെല്ലാം ഇങ്ങനെ വേറെ വേറെ തന്നെ ചോദിക്കുന്നതാണ് PSCയുടെ എക്സാംസിന്. ഇങ്ങനെ പാർട്സ് ആയിട്ട് ചോദിക്കാം. അതുപോലെ അപ്പോൾ നമുക്കിപ്പോൾ കംപ്രസീവ് ഫോഴ്സും ലിവർ ആമും കിട്ടി. അങ്ങനെ നമുക്ക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം കംപ്രഷൻ സൈഡ് കിട്ടി. 0.36 FCK BNU into D minus 0.42 NU എന്ന്. ഇത് ഈ ഒരു ഇക്വേഷൻ കംപ്രഷൻ സൈഡിൽ നിന്ന് നമുക്ക് ബാലൻസ് സെക്ഷൻസിനും ഓവർ റെയിൻഫോഴ്സ് സെക്ഷനും കംപ്രഷൻ സൈഡിൽ നിന്നാണ് മൊമെന്റ് എടുക്കാം. ബാലൻസ് സെക്ഷന് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ടെൻഷൻ സൈഡും എടുക്കാം, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം കംപ്രഷൻ സൈഡും എടുക്കാം. പക്ഷെ ഓവർ റെയിൻഫോഴ്സ് സെക്ഷന് ഓൾറെഡി സ്റ്റീൽ അതിൻ്റെ പെർമിസിബിൾ സ്ട്രെസ്സിൽ ഓവർ റെയിൻഫോഴ്സ്ഡിൽ എന്താ സംഭവിക്കുന്നത്, സ്റ്റീൽ കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും സ്റ്റീൽ അതിൻ്റെ പെർമിസിബിൾ സ്ട്രെസ്സിൽ എത്തില്ല. കോൺക്രീറ്റ് ആണ് അതിൻ്റെ പെർമിസിബിൾ സ്ട്രെസ്സിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് കോൺക്രീറ്റ് അതിൻ്റെ പെർമിസിബിൾ സ്ട്രെസ്സിൽ എത്തി നിൽക്കുന്നിടത്ത് വേണം നമ്മൾ ആ സെക്ഷന് ഒരു ലോഡ് വന്നാൽ താങ്ങാനുള്ള കഴിവുണ്ടോ, അതാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ആ കോൺക്രീറ്റ് സെക്ഷനിൽ കംപ്രഷൻ ഭാഗത്തുള്ള കോൺക്രീറ്റ് സെക്ഷനിൽ ഒരു സെക്ഷൻ്റെ ബീമാണെങ്കിൽ കോൺക്രീറ്റ് സെക്ഷൻ്റെ ഭാഗത്ത് അവിടെയാണ് കംപ്രഷൻ വരിക. അപ്പോൾ അതിന് ഓൾറെഡി കോൺക്രീറ്റ് അതിൻ്റെ പെർമിസിബിൾ സ്ട്രെസ്സിൽ എത്തിക്കുമ്പോൾ ആ കോൺക്രീറ്റിന് അതിൻ്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എത്രയാണ്, ആ ലോഡിന് എടുക്കാനുള്ള കപ്പാസിറ്റി എന്നുള്ളത് നോക്കേണ്ടത് നമ്മൾ കംപ്രഷൻ സൈഡിൽ നിന്ന്. അതേസമയം MU ടെൻഷൻ സൈഡിൽ നിന്ന് നമുക്കറിയാം 0.87 FY AST ആണെന്ന്.
അപ്പോൾ അത് നമുക്ക് ബാലൻസ് സെക്ഷനും അണ്ടർ റെയിൻഫോഴ്സ് സെക്ഷനാണ് ഉപയോഗിക്കാൻ പറ്റുക. അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷന് നമ്മൾ ടെൻഷൻ സൈഡിൽ നിന്നാണ്, കാരണം അണ്ടർ റെയിൻഫോഴ്സിൽ സ്റ്റീലാണ് അതിൻ്റെ പെർമിസിബിൾ സ്ട്രെസ്സിൽ എത്തിക്കുക. അപ്പോൾ നമ്മൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് നോക്കേണ്ടത് ആ ഒരു മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ സെക്ഷന് ലോഡ് ക്യാരി ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ലോഡ് കാരണം ഉണ്ടാക്കുന്ന ബെൻഡിങ് മൊമെന്റ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ടെൻഷൻ സൈഡ്. അത് നോക്കേണ്ടത് അണ്ടർ റെയിൻഫോഴ്സ്ഡിന് ടെൻഷൻ സൈഡിൽ നിന്നും, ബാലൻസ്ഡിന് ഏതായിരുന്നാലും കുഴപ്പമില്ല മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ടെൻഷൻ സൈഡോ അല്ലെങ്കിൽ കംപ്രഷൻ സൈഡോ നോക്കാവുന്നതാണ്. ഇനി NU ലിമിറ്റിന് നമ്മൾ കുറച്ച് വാല്യൂസ് പഠിച്ചിരുന്നു. 0.53D, 0.48D, 0.46D ഓരോ സ്റ്റീലിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് അത് വാരി ചെയ്യുന്നു. പിന്നീട് നമ്മൾ MU ലിമിറ്റ് പഠിച്ചു. MU ലിമിറ്റിനും കുറച്ച് വാല്യൂസ് നമ്മൾ പഠിച്ചു. 0.148 FCKBD square, 0.138 FCKBD square, 0.133 FCKBD square ഉണ്ടെങ്കിൽ MU ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അതുപോലെ NU ലിമിറ്റും. ഇതെല്ലാം ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ആണ്. ഇനി നമുക്ക് ഓർത്തിരിക്കാനുള്ള PT ലിമിറ്റ് ബൈ 100 ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് percentage of സ്റ്റീലിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ആണിത്. PT ലിമിറ്റ് ബൈ 100 into 0.41 FCK by FY into NU ലിമിറ്റ് ബൈ D എന്ന് പഠിച്ചു. പിന്നെ ഡിസൈൻ ഓഫ് ലിമിറ്റിംഗ് സെക്ഷൻ്റെ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ബാലൻസ് സെക്ഷൻ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. കംപ്രഷൻ സൈഡിൽ നിന്ന് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്ത് നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് MU കംപ്രഷൻ ബൈ QB ആണ് അതിൻ്റെ ഫോർമുല എന്ന് പഠിച്ചു. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നമ്മൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലും അറിഞ്ഞിരിക്കണം. AST ഈക്വൽ ടു MU ടെൻഷൻ സൈഡിൻ്റെ MU മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ടെൻഷൻ സൈഡ് ഡിവൈഡഡ് ബൈ 0.87 FYDJ എന്നൊരു വാല്യൂം ASTക്ക് നമ്മൾ പഠിച്ചു. അങ്ങനെ നമ്മൾ ഡിസൈൻ ഓഫ് ലിമിറ്റിംഗ് സെക്ഷനും കഴിഞ്ഞു. അപ്പോൾ ASTയുടെ നമ്മൾ പഠിച്ചത് ഏരിയ ഓഫ് സ്റ്റീൽ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ പഠിച്ചു. A0 by BD minimum should not be less than, minimum area of steel should not be less than A0 by BD equal to 0.85 by FY എന്നൊരു ഫോർമുല പഠിച്ചു. അതുപോലെ where A0 is the minimum area of tension reinforcement, it should not be less than this value. അപ്പോൾ അതുപോലെ നമ്മൾ എന്താ പഠിച്ചത്, maximum area of steel 4% of the gross cross sectional area കൂടാൻ പാടില്ല. 4% of gross cross sectional area എന്ന് പറഞ്ഞാൽ B is the width and D is the overall depth. gross cross sectional area ആയ B into overall depth D അതിൽ കൂടാൻ പാടില്ല. ഏരിയ ഓഫ് ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് എന്നും നമ്മൾ പഠിച്ചു. ഇത്രയും പോയിന്റ്സ് നമ്മൾ ഓർത്തിരിക്കണം. സമറൈസ് ചെയ്ത് പറഞ്ഞത്, ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് സമറൈസ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ RCCയുടെ 6th വീഡിയോ. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ കൂടെ ഉള്ളൂ നെക്സ്റ്റ്. അതോടെ പാർട്ട് 3 കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് കഴിയും. അനാലിസിസ് ഓഫ് W റെയിൻഫോഴ്സ് ബീംസ് ഒക്കെയാണ് വരുന്നത്. എങ്ങനെ ബീംസ് അനലൈസ് ചെയ്യാന്നുള്ളത്, അതിൻ്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേഷൻ ഒക്കെയാണ് അനാലിസിസിൽ വരുന്നത്. ബാലൻസ്ഡ് ആണോ റെയിൻഫോഴ്സ്ഡ് ആണോ എന്നൊക്കെ NU ആൻഡ് NU ലിമിറ്റ് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മോർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻസ് എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ RCCയുടെ 7th വീഡിയോയിൽ MCQസും കൂടെ കഴിയുമെങ്കിൽ ഉൾപ്പെടുത്തുന്നതാണ്. കാരണം ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഇനി അധികം ഇല്ല കഴിയാനായിട്ട്. അപ്പോൾ MCQസും കൂടെ ആണ് ഇനി നമ്മൾ 1 or 2 or 3 വീഡിയോസിൽ നമ്മൾ MCQസ് തന്നെയാണ് നോക്കുന്നത്. ഇത്രയും ഇൻട്രൊഡക്ഷൻ പാർട്ടിലും ലിമിറ്റ് സ്റ്റേറ്റിൻ്റെ പാർട്ടിലും നമ്മൾ പഠിച്ച് ഇതുവരെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിരിക്കുന്ന MCQസ് നോക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.